കഴിഞ്ഞ ആഴ്ച വന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളെയൊക്കെ ഇരുത്തേണ്ടിടത്ത് ഇരുത്തും. എങ്ങനെയുണ്ട്? എന്താ സംഭവം? നമ്മളൊരു യാത്ര പോയല്ലോ ഒരാഴ്ച. തൊയ്രുസ്താദിന് മുമ്പ് UAE-യിലായിരുന്നു ഒരു മാസക്കാലം. അപ്പോൾ ബൽക്കിങ്ങനെ നമ്മളെ കാണാഞ്ഞാൽ ബൽക്കിങ്ങനെ തൊയ്രുസ്താദിനെ കാണുന്നില്ല, കുരുവട്ടൂരിൽ പ്രശ്നം രൂക്ഷം. മുപ്പര് ദുബൈയിൽ പരിപാടി നടത്തുക, അപ്പോഴപ്പം രൂക്ഷം എന്ന് പറഞ്ഞിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ 1-2 പരിപാടി ഒരാഴ്ച കണ്ടില്ല. അപ്പോഴേക്ക് ഉള്ളിൽ ചർച്ച, നിർത്തിയിട്ടുണ്ടല്ലോ, ഇനി ഉണ്ടാവൂലേലോ, എല്ലാം കഴിഞ്ഞിനേലോ. അപ്പോൾ പേരോട് വന്ന് വെല്ലുവിളി, ഞങ്ങൾ ഇരുത്തേണ്ടിടത്തിരുത്തും, യോലത്തും. മശായിഖിന്റെ അഹ്ലിയൊന്നും തൊടാൻ മാത്രമുള്ള ഒരാൺകുട്ടിയും അപ്പുറത്ത് ജീവിച്ചിരിപ്പില്ല. എന്ത് വിഷയത്തിലാണ് ഞങ്ങൾ ഇരുത്താൻ പോണ്? ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അദ്ദേഹത്തിന്റെ പുതിയ അവകാശവാദം, പുതിയ പ്രസംഗമാണ്. മടവൂർ പടച്ചവനാണെന്ന് പറഞ്ഞ് പാട്ട് പാടി. പിന്നെ അവൻ തന്നെ പാടി മാലിക്കുൽ മുലൂക്കാണ്. പിന്നെ അവൻ തന്നെ പാടി അർശിന്റെ അധിപനാണ്. ഞാൻ അതിനെ ശക്തിയുക്തം എതിർത്തുകൊണ്ട് പ്രസംഗിച്ചു. കാരണം ഞാൻ ഏകദേശം 40 കൊല്ലത്തിന്റെ മേലെയായി പ്രസംഗിക്കാൻ തുടങ്ങി. ഔലിയാക്കളെ കറാമത്തും തവസ്സുലും ഇസ്തിഗാസയും മുഅ്ജിസത്തും കറാമത്തും ഒക്കെ ഈ 40 കൊല്ലത്തോളമായി കേരളത്തിലും കർണാടകയിലും എത്രയോ രാത്രിയും പകലും പ്രസംഗിച്ചു ചേർന്നവനാണ് ഞാൻ. അതിലൂടെ സുന്നത്തി ജമാഅത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളെ വളർത്തിയെടുത്തിട്ട് ആ സുന്നികളെ മുഴുവനും കൊണ്ടുപോയി കാഫറാക്കി കളയാമെന്നോ അല്ലെങ്കിൽ വിദേശക്കാരാക്കി കളയാമെന്നോ വിചാരിച്ച് ഏതെങ്കിലും ബുഹ്താനി ത്വരീഖത്തുകാർ വന്നാൽ അവരെ വെറുതെ ഇരുത്തുന്നൊന്നും ആരും വിചാരിക്കണ്ട. അവരെയൊക്കെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തുക തന്നെ ചെയ്യും. ഓ സഹോദരന്മാരെ, ഇവിടെ സുന്നത്ത് ജമാഅത്ത് നിലനിൽക്കുന്നു. അതിനെതിരെ ഞാൻ പറഞ്ഞ വകയിൽ എന്റെ പേരിൽ ഒരു പാട്ടുണ്ടാക്കി, എന്നെ കൊണ്ട് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടാക്കി, ശുദ്ധ കള്ളം പറഞ്ഞിട്ട് ഒരു പാട്ട്. അതുകൊണ്ടാണ് ഞാൻ ബുഹ്താനി ത്വരീഖത്ത് എന്ന് പറഞ്ഞത്. കളവ് മാത്രം പറയുന്ന ടീം മഹാനായ ഇമാം ഷാഫിഈ. ആ പാട്ട് ആരുണ്ടാക്കിയതായാലും അതിൽ കളവില്ല കേട്ടോ. ഇബ്നു തൈമിയ നന്നാക്കി, കറക്റ്റ് അല്ലേ? ഇയാൾ നന്നാക്കിയിട്ടില്ലേ? ഇബ്നു ഹജറിനെ കള്ളനാക്കി എന്നൊക്കെ എല്ലാവരുള്ള വയത്തുള്ളേ. വേറെന്താ അതിൻ്റെ തുടക്കം ഉണ്ടല്ലോ, തീറ്റി പോറ്റി അന്ത്യം നാസാക്കി എന്നാണ് ആദ്യം പറയുന്നത്. ഇയാളെല്ലാവരും കൂടി തീറ്റിപ്പോറ്റി ഇയാൾ അവസാനമൊക്കെ കൊളാക്കി. പാട്ട് ഞങ്ങളായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷെ പാട്ടിൽ പറഞ്ഞതൊക്കെ സത്യമാണ്. ഇയാൾക്ക് ഓരോന്ന് തോന്നല. എന്നിട്ട് പാട്ട് പാടി ആക്കി ഇയാൾ കൊടുത്ത പേരാണ് ബുഹ്താനി ത്വരീഖത്ത്. ബുഹ്താൻ കള്ളം എന്നുള്ള അർത്ഥത്തിനുള്ള. അപ്പം ഇയാൾക്ക് എന്താ സംഭവം? അത് കള്ളായി തോന്നിയത് ഇയാളൊരു ശൈത്താനി ശരീഅത്തിൻ്റെ ആളായി പോയതുകൊണ്ടാണ്. കള്ള ശരീഅത്തിൻ്റെ ആളുകളാകുമ്പോൾ ശൈത്വാനായിട്ട് ഭയങ്കര ബന്ധയിക്കാരം. അതാണ് റസൂലുള്ളാഹിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കോലത്തിൽ ശൈത്താൻ വരുന്നൊക്കെ ഇയാൾ വാദിച്ചത്. അതുകൊണ്ട് തന്നെ ശൈത്താനി മുസ്ലിയാരായ ഇയാൾക്ക് അങ്ങനെ തോന്നിയപ്പോൾ അയാൾ കൊടുത്ത പേരാണത്. ആയിട്ട് നമുക്ക് സംസാരിക്കേണ്ടില്ല. പക്ഷേ അയാളിങ്ങനെ പറയുകയാണെന്ത്, നമ്മളാണല്ലോ ഇപ്പം അതിനെ ഇപ്പോൾ അർശിൻ്റെ അധിപനാണ്, മാലിക്കുൽ മുൽക്കാണ്, മാലിക്കുൽ മുലൂക്കാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ പ്രയോഗത്തിൽ എന്താ തെറ്റെന്ന് നമ്മളാണല്ലോ ചോദിച്ചത്. സ്വാഭാവികമായും അഹ്ലുസുന്നത്തി വൽ ജമാഅ നേരത്തെ മശായിഖിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടുവരുന്ന പ്രയോഗങ്ങളുണ്ട്. ആ പ്രയോഗങ്ങൾ പ്രയോഗിക്കുമ്പോൾ അവർക്കെതിരെ രംഗത്ത് വന്നാൽ പേരോടക്കമുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഇരുത്തുക മാത്രമല്ല, അവശനായ അവസ്ഥയിൽ കിടത്തുക തന്നെ ചെയ്യും കേട്ടോ. ഒന്നിനും കഴിയാത്ത വാപ്പയായി മാറും, ഒന്നിനും കഴിയാത്ത അവശനായ നിലയിലാകും. രക്ഷപ്പെടുത്താൻ കഴിയില്ല നിങ്ങൾക്ക് മറുപടി പറയാൻ ഞങ്ങൾ വരെ വരേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വഹാബികൾ വരെ നിങ്ങളിട്ട് തട്ടുകയാണ്. വഹാബികൾ വരെ ചോദിക്കല്ലേ, എന്താ ഇപ്പോൾ അർശിൻ്റെ അധിപൻ എന്ന് പറഞ്ഞ പ്രശ്നം, എന്താണ് മാലിക്കുൽ മുൽക്ക് എന്ന് പറഞ്ഞ പ്രശ്നം? ഇതൊക്കെ ഞങ്ങൾ ചോദിച്ചു വന്നപ്പോഴേക്ക് സ്നേഹിതാന്ന് വിളിച്ച ആളില്ലേ നമ്മളെ പേരോടനെ, എൻ്റെ പൊന്നു സ്നേഹിത കടന്നു വരൂ, നിനക്കായി ഞാൻ പായ വിരിച്ച് കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ മിസ്റ്റർ സലഫിയില്ലേ, അയാൾ തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട് വരെ. ഇത് ബാലുശ്ശേരിയൊക്കെ അല്ലേ കൈകാര്യം ചെയ്യുന്നത്. ബാലുശ്ശേരി മിനിയാന്ന് പറഞ്ഞ് ഞാൻ പേരോടിന് വേണ്ടി ഒരു ദുആ നടത്തിയിട്ടുണ്ട്. ഏത് ദുആന? അള്ളാന്റെ റസൂൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് വേണ്ടി നടത്തിയ ദുആ അത്രേ. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് മുജാഹിദിനെ ശക്തിയല്ല ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് പറഞ്ഞ പോലെ പേരോടിനെ കൊണ്ട് ഇനി രണ്ടാലൊന്ന് പറഞ്ഞാൽ ഇനി പൊന്മളയാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ അങ്ങനെ ദ്വാരന്നിരിക്കണ്ടാണ്, കൊണ്ടുപോയിക്കോളി. എന്തിനാ അതിനൊക്കെ ഇവിടെ നിർത്തിയിട്ടുള്ളത്? നിങ്ങൾ ഈ പറഞ്ഞ ആശയങ്ങൾ ബിദഈ ആശയങ്ങളാണ്.
എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്നെ ധാരാളമാണ്. ആ വിഷയത്തിൽ സലഫി ഒന്ന് ഇടപെട്ടോട്ടെ. ക്ലിപ്പുകൾ സംസാരിച്ചിട്ടുള്ള ആളുകളും ആ വിശ്വാസക്കാരായ ആളുകളും ഇപ്പൊ നിങ്ങളുടെ കണക്കിൽ അവർ പച്ചക്കാഫറുകളല്ലേ? അവരുടെ ഭാര്യമാരവർക്ക് ഹറാമല്ലേ? ഈ മാറ്റം നിങ്ങളിൽ ഉണ്ടായത് സ്വാഗതാർഹമാണ്. പക്ഷേ നിങ്ങൾ പൂർണ്ണമായി മാറണം. അതിനാ ഞങ്ങൾ പറയുന്നത്, നിങ്ങളെ ചൊടിപ്പിച്ച് നിങ്ങൾ പകുതി വഴിയിലെത്തിയിട്ടുണ്ട്, തിരിച്ചു പോകാനല്ല ഞങ്ങൾ പറയുന്നത്. നിങ്ങളിപ്പോ പുറപ്പെട്ട വഴിയിലേക്ക്, നിങ്ങളിപ്പോ തൗഹീദിന്റെ വഴിയിലേക്ക് നടന്നടുത്ത് വരുന്നുണ്ട്. അതൊന്ന് പൂർണ്ണമായി എടുക്കണേ. അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, എൻ്റെ പഴയ സ്നേഹിതനോട് ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങളുടെ മാറ്റം സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം നിങ്ങളൊരു കാര്യവും കൂടി നിങ്ങൾ ഇനി പറഞ്ഞേക്കണം. അത് കേരള യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് പറഞ്ഞാലും മതി. അവർ സ്വന്തം ബൈത്തിൽ മുഹീദ്ദീൻ ശൈഖ് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മുഹീദ്ദീൻ മാലയിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇരുന്നേ ഇരിപ്പിൽ ഏളാകാശം കണ്ടോവർ എറുമലക്കൂത്തിൽ രാജാളി എന്നോവർ. ഇരുന്ന ഇരിപ്പിൽ ഏഴാകാശവും അതിനപ്പുറത്തേക്കും ലൗഹുമൊക്കെ കാണുന്നയാളാണ് ഞാനെന്ന് മുഹീദ്ദീൻ ശൈഖ് അവകാശപ്പെടുന്നു. നിങ്ങളത് അംഗീകരിച്ചു കൊടുക്കുന്നു. ശൈഖിന്റെ പേരിൽ നിങ്ങളതാണ് രചിച്ചിട്ടുള്ളത്. തീർന്നില്ലല്ലോ, ഇനിയും കേട്ടോ. മുഹീദ്ദീൻ മാല എല്ലായിലും മേലെ അർശിങ്കൽ ചെന്നവർ എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. ഏഴാകാശത്തിന്റെയും അപ്പുറത്തേക്ക് അർശിന്റെ മീതെ ഞാൻ എത്തിയിട്ടുണ്ട്. അർശിലും എനിക്ക് അധികാരമുണ്ട്. എന്താ ചോദ്യം? കേരള യാത്രയിൽ മറുപടി പറഞ്ഞാൽ മതി എന്നാ സലഫി. കാരണം എന്താ, അർശിന്റെ അധിപൻ എന്ന് പറഞ്ഞപ്പോൾ ശിർക്ക് കുഫ്റാന്നാ പേരോട് പറഞ്ഞേ. ആ പാട്ട് കുഫ്റാണെന്നാ പറഞ്ഞേ. ഏത്? അർശിന്റെ അധിപനാണ് ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. അതല്ലേ ഔലിയാക്കന്മാരെ വാക്ക്. ഭൂമി ഒരുണ്ടാഫോൽ എൻ കയ്യിലെന്നോവർ, ഭൂമി അതൊക്കെയും ഒരു ചൂമടെന്നോവർ. കഅബാനെ ചുറ്റുവാൻ കുതുബാണോരെല്ലാരും കഅബം തവാഫന്ന് താൻ ചെയ്യും ചെന്നോവർ. എല്ലായിലും മേലെ അർശിങ്കൽ ചൊന്നോവർ, എൻ്റെ കണ്ണെപ്പോഴും ലൗഹില്ലാതെന്നോവർ. എന്തൊക്കെയാ പേര് പറഞ്ഞു? ഭൂമി വരുണ്ട പോൽ എൻ്റെ കയ്യിലാണ്, എൻ്റെ നിയന്ത്രണത്തിലാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എല്ലാവരും കഅബനെ ചുറ്റുകയാണെങ്കിൽ കഅബ എന്നെ ചുറ്റുകയാണ്. എല്ലായിലും മേൽ അർശിങ്കൽ ചെന്നോവർ, അർശിങ്കിൽ വരെ എനിക്ക് ആധിപത്യമുണ്ട്. എൻ്റെ കണ്ണെപ്പോഴും ലൗഹിലാണ്. ഇതൊക്കെ പ്രഖ്യാപിച്ച് മടവൂർ ശൈഖുനിന്റെ അവിടെ മാത്രം എങ്ങനെ ശിർക്കും കുഫ്റും ആവാന്നാണ് സലഫിന്റെ ചോദ്യം. ഇനി ഇതെവിടെ നിർത്തതാ? അവർ ചൊന്ന ബൈത്തീന്നും ബഹ്ജാക്കി താബീന്നും അങ്ങീനെ തക്മീല തന്നിന്നും കണ്ടോവർ. അവർ ചൊല്ലിയ ബൈത്തിൽ നിന്നെടുത്തതാണ് ഈ മാലയുടെ വരികളെന്ന് ഖാദിയാര് പറയുന്നുണ്ട്. അപ്പൊ സലഫി ചോദിക്കുന്നുണ്ട്, എന്നാൽ അവര് ചൊന്ന ബൈത്ത് എന്ന് പറഞ്ഞ ബൈത്തിലില്ലേ ഇതെല്ലാം? സലഫി തുടരട്ടെ, വെച്ചുകൊടുക്കുക. തടിച്ചുകൂടിയ ആയിരങ്ങള്, ഇനി ആയിരക്കണക്കിന് ആളുകൾ അത് ഇനിയും കേൾക്കാൻ പോകുന്നു. നിങ്ങൾ കേരള യാത്രയിൽ എവിടെ വെച്ചെങ്കിലും നിങ്ങളുടെ രണ്ട് ടീമാണെങ്കിലും, പേരോട് മുസ്ലിയാരാണെങ്കിലും, ജിഫിരി മുത്തുകോയ തങ്ങളാണെങ്കിലും, ആരാണെങ്കിലും വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഇത് പാടിയ മുഹീദ്ദീൻ ശൈഖിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്തേ കാരണം? ഈ കുട്ടി മാലിക്കുൽ മുലൂക്ക് എന്നൊക്കെ പാടിയ, അർശിന്റെ അധിപനാന്നൊക്കെ പാടിയപ്പോ പച്ച കുഫറാണ്. നീ മുസ്ലിം ഖബർസ്ഥാനിൽ കബറടക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞില്ലേ? എങ്കിൽ മുഹീദ്ദീൻ ശൈഖ് ഇത് പാടിയിട്ടില്ല എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നിങ്ങളത് പാടിയെന്ന് അംഗീകരിക്കുന്നവരല്ലേ? അൽ ഫുയൂദാത്തുർ റബ്ബാനിയ
ഫിൽ മആസിരിൽ ഖദിരിയ എന്ന് പറയുന്ന അർശ് എന്ന ബൈത്ത് എന്ന് പറയുന്ന ആ പാള കിതാബിൽ നിന്നാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത്. അർത്ഥം നിങ്ങളോട് ഞാൻ വീണ്ടും കേൾപ്പിക്കട്ടെ. നദർതു ഇലൽ മഹ്ഫൂദി വൽ അർശി നദറതൻ, ഞാൻ ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കിക്കിടക്കുകയാണ്, അർശിലേക്കും ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ട്. എനിക്ക് അവിടെയൊക്കെ എല്ലാം വെളിവാണ്, അതൊന്നും എൻ്റെ സ്വന്തം കഴിവല്ല കേട്ടോ. വറബ്ബു അഅ്താനി, പേരോടടക്കമുള്ള മുസ്ലിയാക്കന്മാര് നോട്ട് ചെയ്ത് വെക്കണം, എനിക്ക് അല്ലാഹ് തന്നതാണ്, റബ്ബ് തന്ന കഴിവാണതൊക്കെ. വശാഹത്തു, ഞാൻ അവിടെ ഹാജരായിട്ടും കണ്ടിട്ടുമുണ്ട്. എവിടെയൊക്കെ മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ, ആകാശങ്ങൾക്കൊക്കെ മുകളിലുള്ളതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ ഞാൻ ഷാഹിദാണ്. കദൽ അർശു വൽ കുർസിയു, അല്ലാഹുവിൻ്റെ അർശും കുർസിയുമൊക്കെ ഫീ തയ്യി ഖബ്ളതി, എൻ്റെ കയ്യിൽ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. മുഹീദ്ദീൻ ശൈഖ് പറഞ്ഞു, മുഹീദ്ദീൻ ശൈഖിന്റെ കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. അത്ര എന്ത്? അർശും കുർസിയുമൊക്കെ. അല്ലാഹുവിൻ്റെ അർശ് ലോകത്തുള്ള ആകാശഭൂമികളെക്കാളും അണ്ടകടാഹങ്ങളെക്കാളും എല്ലാം അല്ലാഹുവിന്റെ മഖ്ലൂക്കുകളിൽ ഏറ്റവും വലുത്, അക്ബർ, ഏറ്റവും വലുത്. അതിന്റെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ താഴെ പറഞ്ഞ കുർസി, ഇതൊക്കെയും എല്ലാം ആരുടെ കയ്യിലാണ്? മുഹീദ്ദീൻ ശൈഖിന്റെ കയ്യിലാണ് എന്ന്. ഇനി മറുപടി നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതി. മുഹീദ്ദീൻ ശൈഖിന്റെ ബൈത്താണത്, ഞങ്ങൾ പറഞ്ഞേക്കാം. ഞങ്ങൾക്ക് ഇനി കേരള യാത്ര നടത്തേണ്ട ആവശ്യമൊന്നുമില്ല. മഹാനരായ അശ്ശൈഖ് ഗൗസുൽ അഅ്ലം സുൽത്താനുൽ ഔലിയ മഹാനരായ അശ്ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി മഹാനവറുകളെ പോലെയുള്ള അല്ലാഹു ലോകത്തിന്റെ നിയന്ത്രണം തന്നെ നൽകിയ മഹാരഥന്മാർ അവർ പറഞ്ഞ ലഫ്ളുകളില്ലേ, വശാഹത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ളതി, ആകാശത്തിന്റെ മുകളിലുള്ളതും ഞാൻ അതിന് ഷാഹിദാണ്, സാക്ഷിയാണ്. മാത്രമല്ല അല്ലാഹുവിൻ്റെ അർശും കുർസിയുമൊക്കെ എൻ്റെ അധികാരത്തിലാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളൻ കയ്യിലാണ്, എൻ്റെ അധികാരത്തിലാണ്. ഈ പറഞ്ഞത് ഞങ്ങൾ 1000 വട്ടം വിശ്വസിക്കുന്നു, ഒരു തർക്കവും ഞങ്ങൾക്കതിലില്ല. കാരണം അർശിനേക്കാൾ കുർസിയിനേക്കാൾ എല്ലാ വസ്തുവിനേക്കാളും അഷ്റഫുൽ ഖൽഖാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പവർ എന്താ മൗലവിമാരെ? സലഫിയോടും പേരോട് മൗലവിയോടും രണ്ടിനെയും ഒറ്റ കയറിൽ കെട്ടിയിട്ട് ഞങ്ങൾ അവരോട് സംസാരിക്കുകയാണ്. ഓ മൗലവിമാരെ, അഷ്റഫുൽ ഖൽഖാരാണ്, അത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അർശ് വരെ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബിയാണോ സഅദ് റളിയല്ലാഹു അൻഹു. ആ സഅദ് തങ്ങൾ വഫാത്തായപ്പോൾ സഅദ് തങ്ങളെ സ്വീകരിക്കാൻ അർശ് വന്നു എന്ന് സ്വഹീഹുൽ ബുഖാരിയിലില്ലേ മൗലവിമാരെ? അർശിനേക്കാൾ ബഹുമാനം, കുർസിയിനേക്കാൾ സ്ഥാനം എന്നല്ല, അർശും കുർസിയും ഉണ്ടാവാൻ വരെ കാരണം അത് മുഹമ്മദുർ റസൂലുള്ളാഹ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലുള്ളാന്റെ നേരെ വാരിസാണ് ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി. ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നേരെ വാരിസാണ് മഹാനരായ ഖാജ മുഈനുദ്ദീൻ ചിശ്തിൽ അജ്മീരി. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ നേരെ ഖദമിൽ വന്ന നേതാവാണ് ശൈഖുൽ മശായിഖ് ശൈഖ് മടവൂർ. അല്ലാഹുവിന്റെ റസൂലിന്റെ പവർ പിന്നീട് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് റസൂലുള്ളാന്റെ വാരിസായി എന്ന കാരണത്താൽ അതിൻ്റെ എല്ലാ അധികാരവും അല്ലാഹ് കൊടുത്ത മഹാന്മാരാണവര്. ഇത് അംഗീകരിക്കുന്നവരാണ് സുന്നികൾ. കേരളത്തിൽ മറുപടി പറഞ്ഞുകൊടുത്തേക്ക് ഹുസൈൻ സലഫിയല്ലേ പറയുന്നത്, മറുപടി പറഞ്ഞു കൊടുക്കണം. നിങ്ങൾ രണ്ടുകൂട്ടരും കൂടി തീരുമാനിച്ചേക്ക്. തീരുമാനിച്ചില്ലെങ്കിൽ ഞങ്ങൾ പറയുമത്. ഇതൊക്കെ ഞങ്ങൾ വിശ്വസിക്കും. അത് അർശിന്റെ അധിപൻ പറഞ്ഞപ്പോഴേക്ക് ചാടി വീണ് കുഫറിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകാത്ത
കാരണം കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ലതി വകുൽ അതല്ലേ വമല്ലകനി കുല്ലൽ ജിനാനി വമാ ഹവാ വകുല്ലു മുലൂകിൽ ആലമീന റഈയതി. ലോകത്തുള്ള രാജാക്കന്മാരൊക്കെ എൻ്റെ പ്രജകളാണ്. ഇതൊക്കെ അയാൾ പാടുന്നുണ്ട്, സമയമില്ലാഞ്ഞിട്ടാ ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങളെ അവശനായ വാപ്പയെ പോലെ വഹാബികൾ വരെ തട്ടിക്കളിക്കുന്ന കാല. ഞങ്ങൾക്കോ ഞങ്ങൾ അഡ്രസ് ഉള്ളവരാണ്, ഞങ്ങൾ മശായിഖിന്റെ അഡ്രസ് ഉള്ളവരാണ്, ഞങ്ങൾ അവരെ നിർദ്ദേശത്തിലാണ്.